ഇതൊരു അപകടകരമായ സാഹചര്യമാണോ ഇത്? തീർച്ചയായിട്ടും റെവല്യൂഷന്റെ ഫോമുലയിൽ മാറ്റത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, 6 കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തകർച്ചയിലോട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആസാമിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ആസാമിന് ചെറിയ സംസ്ഥാനമാണെങ്കിലും കിട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം ഡിസ്പാരിറ്റിയാണ്. അതിന് 45% മാറ്റാനായിട്ട് നമ്മൾ 45% വെയിറ്റേജ് അതിനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കുള്ള ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അഡ്വേഴ്സാണ്. കാരണം ഏരിയ കുറവാണ്, അതുകൊണ്ട് നമുക്ക് കുറവാണ്. പോപ്പുലേഷൻ കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് കുറവാണ്. കാരണം ഇതിൻ്റെ ശതമാനക്കണക്ക് വരുമ്പോഴത്തേക്ക് എല്ലാം 12% അതാണ് ഒരു കാര്യം. രണ്ടാമത്തത് നമ്മളിപ്പം യൂത്ത് അൺഎംപ്ലോയ്മെൻ്റ് കാര്യം രാവിലെ ഞാൻ പറഞ്ഞത് 17%. പക്ഷേ ഇതൊക്കെ അവർ പറയുന്നത് അവരിതിനെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ക്യാപെക്സ് ആണ്. ക്യാപെക്സ് വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രോജക്ട്സ് വരുമ്പോഴത്തേക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇവിടെ ഉള്ളൊരു ഡ്രോബാക്ക് ഞാൻ കാണുന്നത്, ഇപ്പോൾ ന്യൂസിലൻഡ് ചെറിയ രാജ്യമാണ്, പക്ഷേ ന്യൂസിലൻഡ് OAG, നമ്മുടെ CAG പോലുള്ള OAG ഉണ്ട്, ഓഫീസ് ഓഫ് ഓഡിറ്റർ ജനറൽ. അവർ ചെയ്തെന്ന് വെച്ചാൽ ഓരോ വർഷവും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്ലി അവൈലബിൾ ആക്കും. അതിൻ്റെ അത് കൃത്യമായിട്ട് പ്രോഗ്രസ് കാണിക്കും. ഇംപ്ലിമെൻറ്റ് ചെയ്തോ ഇല്ലയോ, പ്രോഗ്രസ് എത്ര ശതമാനം വരെ ഈ പ്രോജക്റ്റ് പ്രോഗ്രസ് ആയി. 3, ഇതിൻ്റെ ഔട്ട്കം, അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് 10,000 ജോലികൾ വരും എങ്കിൽ എത്ര ജോലികൾ വന്നു എന്ന സഹിതമുള്ള റിപ്പോർട്ട് പുറത്തു വരും. അതെല്ലാം പബ്ലിക്കിന് അവൈലബിൾ ആണ്, പാർലമെന്റിൽ അവൈലബിൾ ആണ്. അങ്ങനെ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നാൽ മാത്രമാണ്. ഈ പറഞ്ഞ സാധനങ്ങളും നമുക്കില്ല. നമുക്ക് നമ്മൾ അമേരിക്കയിലാണെങ്കിൽ ഓരോ വീക്കിലും എത്ര പേർക്ക് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വന്നു എന്നുള്ളത് വരും. നമ്മൾ അവരെ കുത്തക രാഷ്ട്രം എന്ന് പറയുന്നത് അവിടെയാണ് സോഷ്യലിസം നടക്കുന്നത്. നമുക്കത് അറിയാതെ പോകുന്നു. അപ്പോൾ അതുപോലെ കാര്യങ്ങൾ ആ കണക്കുകളും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യം. പിന്നെ വേറെ കാര്യം ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ള നമ്മുടെ ഡോളർ വല്ലാതെ കയറി പോകുന്നു, റുപ്പി വീഴുന്നു. അപ്പോൾ 25% കഴിഞ്ഞ 5 വർഷത്തെ റുപ്പിയുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത്രയും നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നമ്മൾ 100ലേക്ക് പോകാം. അടുത്ത വർഷം നമ്മൾ ബഡ്ജറ്റിന് വീണ്ടും കാണുമ്പോൾ 100 രൂപയ്ക്ക് മേളിലായിരിക്കാം ഡോളർ എന്നുള്ളൊരു വലിയൊരു ഭീകരമായ ഒരവസ്ഥയാണ്. അപ്പോൾ അതിന് വരാൻ കാരണം നവംബറിൽ നമ്മുടെ ഗുഡ്സിൻ്റെ ചരക്ക് ഇറക്കുമതി $70 ബില്യൺ മേളിലാണ്. അതേസമയത്ത് നമ്മുടെ കയറ്റുമതി $34 ബില്യൺ മാത്രമാണ്. അത് നമ്മുടെ ഈ ഗോൾഡ് വരുന്നുണ്ട്, ഗോൾഡിന് ഇത്രയും വലിയ കൂടിയ വില വരുന്നുണ്ടായിരിക്കാം. RBI ഇറക്കുമതി ചെയ്യുന്ന ഗോൾഡിന്റെയും കൂടെ കണക്ക് അതിൽ വരുന്നുണ്ടോ എന്ന് അറിയണം. അല്ല അത് മാത്രമല്ല, അത് RBI ഈസ് ബൈയിങ് ഗോൾഡ്, ഫോറക്സ് ഈസ് ബീയിങ് സോൾഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, അത് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ക്രൂഡിന്റെ വില $60 നിൽക്കായിരുന്നു. ഇന്നിപ്പോൾ ഒരു മാസം കൊണ്ടത് $70 അത് 80ലേക്ക് ട്രംപ് കൊണ്ടുപോകുമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാരണം അവരുടെ കയ്യിലേക്ക് ഇറാൻ്റെയും മറ്റേ ഒക്കെ ഓയിൽ വരുന്നത് കൊണ്ട് അതിൻ്റെയും വില കൂട്ടി നിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. ഒരു മിനിറ്റ്, അദ്ദേഹത്തോട് ഒരു കാര്യം ചോദിക്കാനുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മറ്റു ലോക സാഹചര്യങ്ങളും ഒക്കെയാണ്. ഇതൊക്കെയാണെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ കറൻസി ഇടിയാത്ത എന്താ? എന്തുകൊണ്ടാണ് UAEയുടെയും സൗദി അറേബ്യയുടെയും ഇതൊക്കെ കറൻസി സ്ട്രോങ് ആവും? ഒറ്റ കാര്യം കൂടി, UAEയുടെയും സൗദി അറേബ്യയുടെയും ഒക്കെ കറൻസി ഡോളർ പെഗ്ഡ് കറൻസീസ് ആണ്. അത് ഡോളറിനനുസരിച്ച് മാത്രം നിൽക്കുന്നതാണ്. ഇന്ത്യയുടെ പോലെ ഒരു ഇൻഡിപെൻഡന്റ് കറൻസി അല്ലത്. ഇന്ത്യൻ കറൻസി, പക്ഷെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. നമ്മൾ ചൈനീസ് പ്രോഡക്ട്സ് യൂസ് ചെയ്യരുത്. കൈൻഡ്ലി പ്ലീസ് ഡോണ്ട് യൂസ് ചൈനീസ് പ്രോഡക്ട്സ്. ഞാൻ അത് പറയുന്ന പോയിട്ട് മേടിക്കുമ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റ് ആണെന്ന് പറയണം, അത് വേണമെന്ന് പറയണം. അല്ലാതെ നമ്മളെല്ലാം ചൈനീസ് ഇറക്കുമതി ചെയ്തിട്ട് അത് ചെയ്യുന്ന കാര്യം നമുക്ക് കിട്ടുന്ന ഐഫോൺ ചൈന അസംബ്ലി ആണ് ചെയ്യുന്നത്. സമാനമായ ഇക്കോണമിയുള്ള പല രാജ്യങ്ങളും ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഏറ്റവും മോശം, അത് തുടർച്ചയായി ഇടിയുന്നു. കഴിഞ്ഞ 2 വർഷമായി ഈ 6 മാസത്തിനിടയിൽ മാത്രം 6 മുതൽ 7% വരെ ഇടിഞ്ഞ ലോകത്തെ ഒരു കറൻസി താങ്കൾ ചൂണ്ടിക്കാണിച്ച വളരെ വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങൾക്ക് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട്. ഇന്ത്യക്ക് മാത്രമല്ല ട്രേഡ് ഡെഫിസിറ്റ്. ഇത് ഡബിൾ ആണ്. $34 ബില്യൺ. നമ്മൾ ഓരോരുത്തരും കാരണമാണെന്ന് ഞാൻ പറയും. നമ്മൾ ഓരോരുത്തരും കാരണമാണ്. പക്ഷെ അവരുടെ ഒന്നും കറൻസി അതാണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞ കേസിൽ ഗവൺമെന്റ് പോളിസി അല്ലേ പ്രശ്നം, നമ്മളാണോ കാരണം? ഇറക്കുമതി നിയന്ത്രിക്കണം, നിരോധിക്കണം. അതായത് ജനങ്ങളാണ് ഇത് മേടിക്കുന്നതാണ് കുഴപ്പമില്ല. ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി വേണ്ട എന്ന് പറയണം. നമ്മുടെ ചെറിയ കടയിലുള്ള മൻമോഹൻ സിംഗിനെ പോലുള്ള കൊണ്ടുപോകുന്ന യാത്രയിലും പ്രധാനമന്ത്രി പോയി ഇറക്കുമതി വർദ്ധിപ്പിക്കുന്ന കരാറിൽ ഒപ്പിട്ടിട്ട് വരികയാണ്. രൂപയുടെ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞു രൂപ ഇത്ര മൂല്യം ഇടിഞ്ഞു, പക്ഷെ നമ്മൾ അറിയാനില്ല എന്നുള്ളൊരു വാദം രാവിലെ പറഞ്ഞു. അറിയാത്ത ഒറ്റ കാരണം കൊണ്ടാണ്, ഓയിലിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ആകാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇറാന്റെ മൂട്ടിൽ ട്രംപ് ഇപ്പോൾ ഉണ്ട്, അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒറ്റയടിക്ക് നമ്മൾ അറിയാൻ പോവാണ്. അതാണ് ഇതിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ മൻമോഹൻ സിംഗിനെ പോലുള്ള വിഷണറീസ് ആയിട്ടുള്ള എക്സ്പെർട്ടുകൾ ഇന്ന് ഇന്ത്യയിലില്ല. നല്ലൊരു മോണിറ്ററി പോളിസി, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിസിക്കൽ പോളിസി, ഫോറിൻ പോളിസി, ഇത് ഫ്രെയിം ചെയ്ത് അത് ബെറ്ററായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് ഇന്ത്യൻ ഭരണത്തിലില്ല എന്ന് പറയുന്നതിന് ഒരു തടസ്സവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ടർക്കിയിലേക്ക് പോയതിനു ശേഷം രാജുവിലേക്ക് വരാം. ഈ മൊത്തത്തിൽ ബഡ്ജറ്റ് കഴിഞ്ഞു,